മലയാള സിനിമയിൽ വരിക്കാശ്ശേരി മനയും മീശ പിരിച്ച നായകന്മാരും ആഠ്യത്വത്തിന്റെ ഭാഷയും ഒരു കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തിയ ആളാണ് രഞ്ജിത്ത്. മികച്ച എഴുത്തുകാരൻ, ക്രാഫ്റ്റുള്ള സംവിധായകൻ എന്നീ നിലകളിൽ അദ്ദേഹം കയ്യടി നേടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അദ്ദേഹം വാർത്തകളിൽ നിറയുന്നത് സിനിമയുടെ പേരിലല്ല, മറിച്ച് ഗുരുതരമായ ലൈംഗിക അതിക്രമ ആരോപണങ്ങളുടെയും അദ്ദേഹം വെച്ചു പുലർത്തുന്ന സവർണ ബോധത്തിന്റെയും പേരിലാണ്. ഈ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് രഞ്ജിത്തിനെ ഒന്ന് വിശകലനം ചെയ്യാം. രഞ്ജിത്ത് സിനിമകൾ എന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അവയിലെ തമ്പുരാൻ സിൻഡ്രോം മൂലമാണ്. വരിക്കാശ്ശേരി മനയും കിണ്ടിയും നിലവിളക്കും ഫ്രെയിമുകളിൽ നിറച്ച് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണ് ജീവിതമുള്ളതെന്ന് അദ്ദേഹം സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ ആരെങ്കിലും ആരോപിച്ചാൽ അതിലൊരു തെറ്റും പറയാനാവില്ല. അതുപോലെ തന്നെ ഭാഷയിലെ ജാതീയത. ലീല എന്ന സിനിമയിലെ ഒരു ഡയലോഗ് ഓർക്കുക. സ്വന്തം മകളെ പീഡിപ്പിച്ച കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോഴും നല്ല നായന്മാരൊന്നും ഈ പണി കാണിക്കില്ല എന്ന് ചേർക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്? പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളോ സ്ത്രീകളോ പലപ്പോഴും വ്യക്തിത്വമില്ലാത്തവരോ അല്ലെങ്കിൽ നായകന്റെ കാൽ കീഴിൽ നിൽക്കുന്നവരോ മാത്രമാണ്. നടൻ വിനായകൻ അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ വിനായകന്റെ ഏറ് തന്റെ ദേഹത്ത് കൊള്ളുവാൻ ഈ ജന്മം മതിയാവില്ല എന്ന് മറുപടി നൽകിയപ്പോൾ പുറത്തു വന്നത് വർഷങ്ങളായി അദ്ദേഹം ഉള്ളിൽ കൊണ്ടു നടന്ന വരേണ്യ മനോഭാവമാണ്. കലയിലെ മികവ് മാറ്റി നിർത്തിയാൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ രഞ്ജിത്ത് പൂർണ്ണ പരാജയമായിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചലച്ചിത്ര അക്കാദമിയിലെ അദ്ദേഹത്തിന്റെ കാലയളവ്. ആ കാലയളവിൽ അദ്ദേഹത്തിന്റെ അഹങ്കാരം. IFFK വേദിയിൽ കാണികൾ കൂകിയപ്പോൾ താൻ 1976 SFI കാരനായിരുന്നു എന്ന് പറഞ്ഞ് തടിയൂരാൻ നോക്കിയ ആ കുരുട്ട് ബുദ്ധിയുണ്ടല്ലോ, അത് നമുക്ക് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. അദ്ദേഹത്തിന്റെ ഈ 1976 കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ പ്രായം 11-12 വയസ്സ് മാത്രമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവാർഡ് നിർണയത്തെ പറ്റി നോക്കിയാൽ ജൂറി അംഗങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയൊരു കറയാണ്. ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെയൊരു ഫാസിസ്റ്റ് മനോഭാവമുള്ള ആളെ ആ സ്ഥാനത്തിരുത്തിയത് തന്നെ ചരിത്രപരമായ ഏറ്റവും വലിയ തെറ്റായി ഇന്നും ഞാൻ കാണുന്നു. ഇവിടെയാണ് നാണയത്തിന്റെ ഒരു മറുപുറം കൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും. ബംഗാളി നടിയുടെ പരാതിക്ക് പിന്നാലെ ഒരു യുവ നടിയും കൂടിയും അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ജുഡീഷ്യറി കസ്റ്റഡിയിൽ 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു വ്യാജ കേസാണോ അല്ലെങ്കിൽ തന്നെ കുടുക്കിയതാണ് എന്ന് രഞ്ജിത്ത് പറയുമ്പോൾ തന്നെ ഇതിന്റെ സിനിമാ രംഗത്ത് ശത്രുക്കളും ഉണ്ടാകാം, മിത്രങ്ങളും ഉണ്ടാകാം. ഒരുപക്ഷെ ഇതിനെ പൂർണ്ണമായി നമുക്ക് എഴുതി തള്ളാനും പറ്റില്ല. അദ്ദേഹത്തിനെതിരെ വന്ന ഒരു കേസ് ഫേക്ക് കേസാണ് എന്ന് കോടതി വിശേഷിപ്പിച്ചത്. അതിനാൽ തന്നെ ഇപ്പോൾ ഉയരുന്ന പരാതികളും സത്യമാകാം, അല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയിൽ കെട്ടിച്ചമച്ചതുമാകാം. എന്തു തന്നെയായാലും പോലീസ് ഇത്തരം പരാതികളിൽ ഒരു മാക്സിമലിസ്റ്റ് പൊസിഷൻ സ്വീകരിക്കാറുണ്ട്. അതായത് പരാതിക്കാരിയുടെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിക്കുക എന്നത് അവരുടെ നിസാരപരമായ ഉത്തരവാദിത്വം കൂടിയാണ്. രാഷ്ട്രീയവും മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ ഇതിനെ രാഷ്ട്രീയമായി മാത്രം കാണരുത്. നിയമത്തിന്റെ മുന്നിൽ അദ്ദേഹം ഒരു പുരുഷനാണ്, പൗരനാണ്. കുറ്റം തെളിയുന്നതുവരെ ഒരാളെ കുറ്റവാളിയായി മുദ്ര കുത്തുന്നു നീതിയല്ല. നമ്മുടെ അച്ഛനോ സഹോദരനോ മകനോ വ്യാജ പരാതിയുടെ അകലത്തിൽ മാത്രം നിൽക്കുന്ന ഇന്നത്തെ കാലത്ത് സത്യം എന്താണെന്ന് അറിയുവാൻ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. രഞ്ജിത്ത് എന്ന കലാകാരൻ മികച്ചവനായിരിക്കാം, എന്നാൽ അദ്ദേഹം വെച്ചു പുലർത്തുന്ന മനോഭാവങ്ങൾ തിരുത്തപ്പെടേണ്ടവ തന്നെയാണ്. പീഡന പരാതികൾ ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ നിൽക്കുന്നതിനേക്കാൾ പ്രധാനം സത്യത്തിനൊപ്പം നിൽക്കുക എന്നതാണ്. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതല്ലെങ്കിൽ വേട്ടയാടപ്പെട്ട ഒരു കലാകാരനായി ചരിത്രത്തിൽ അവശേഷിക്കും. ഒരു കാര്യം ഉറപ്പാണ്, വരും കാലങ്ങളിൽ രഞ്ജിത്തിന്റെ സിനിമകൾ ചർച്ച ചെയ്യപ്പെടുന്നത് അതിന്റെ ഭാഷാ സൗന്ദര്യത്തിന്റെ പേരിലോ നാഷണൽ അവാർഡുകൾ കിട്ടിയതിന്റെ പേരിലോ അല്ല. അദ്ദേഹം പ്രതിനിധീകരിച്ച അധികാര കസേരകളിൽ നിന്നുകൊണ്ട് മാത്രമല്ല, ഇത്തരം സ്ത്രീ പീഡനങ്ങളുടെ കഥകൾ കൂടി അതിൽ ഉൾച്ചേർക്കപ്പെടും എന്നുള്ളത് വാസ്തവമാണ്. ചരിത്രത്തിന് ഒരു കാവ്യനീതിയുണ്ട്. ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എഴുതിയിട്ടുണ്ട്, കർമ്മ തിരിച്ചു വരുമെന്ന്. എന്ത് തന്നെയായാലും സത്യം പുറത്തു വരട്ടെ. മാടമ്പിത്തരമൊക്കെ കയ്യിൽ വെച്ച് പോകേണ്ട കാലത്താണ് നമ്മൾ മാടമ്പിത്തരം കാണിക്കുന്നെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഏവർക്കും നന്ദി, നമസ്കാരം.